السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാനം നിറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത, അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും പാലിക്കുന്ന രംഗത്തുള്ള ശ്രദ്ധ, ആ ഒരു നിഷ്ഠ, അതൊരിക്കലും നമ്മളിൽ നിന്ന് ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഖുതുബകളുടെ ആരംഭത്തിൽ ഉപദേശങ്ങൾക്കിടയിൽ ഒക്കെ ഓർമ്മപ്പെടുത്തിയിരുന്ന ആ ഒരു വസീയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തഖ്വ ശീലിച്ചെടുക്കാൻ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കാൻ, നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. 7 മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്ങൾ ജീവിച്ച കാലഘട്ടങ്ങളിൽ അവരെപ്പോലെ സമാനമായ സേവനങ്ങളോ സംഭാവനകളോ അർപ്പിച്ച പണ്ഡിതന്മാർ അപൂർവമാണ്. അങ്ങനെയുള്ള 7 പണ്ഡിതന്മാർ ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഇസ്ലാമിക ലോകത്തെ തലമുതിർന്ന പണ്ഡിതനും ഖുറൈശി ഗോത്രക്കാരനും ഇസ്ലാമിക ചരിത്രത്തിലെ മദ്ഹബുകളുടെ വളർച്ചയിൽ ഒരു നിർണായക ഘട്ടത്തിൽ ജീവിക്കുകയും ആ ഘട്ടത്തിലെ സുപ്രധാനമായ പല ദൗത്യങ്ങളും ഏറ്റെടുത്ത് നിർവഹിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു മദ്ഹബ് രൂപാന്തരപ്പെട്ട് വരികയും ചെയ്ത ഒരു വലിയ പണ്ഡിതനെ കുറിച്ചാണ് ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരു ഖുറൈശി ഗോത്രക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ ഗോത്രം, പ്രവാചകൻ്റെ പിതൃപരമ്പരയുമായി അദ്ദേഹം ചെന്ന് മുട്ടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പരമ്പരയും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ സ്വഹാബികളുണ്ട്. അതുപോലെ തന്നെ പ്രവാചകരോടൊപ്പം എതിർ വശത്ത് ബദറിൽ യുദ്ധം നയിക്കുകയും മുസ്ലിങ്ങൾ പിടിക്കുകയും പിന്നീട് അവസാനം മോചനദ്രവ്യം നൽകി സ്വയം മോചിപ്പിക്കുകയും പിന്നെ മുസ്ലിം ആകുകയും ചെയ്തു എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ആളുകളുമൊക്കെയും. അദ്ദേഹത്തിൻ്റെ നസബ്, പരമ്പര ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഇബ്നുൽ അബ്ബാസ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫിഅ എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രപിതാമഹനിലേക്ക് ചേർത്തിട്ടാണ് ഷാഫിഈ എന്ന പേര് അദ്ദേഹത്തിന് വരുന്നത്. ഇബ്നു സായിബ്, ഈ സായിബാണ് നാം നേരത്തെ പറഞ്ഞ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുകയും പിടിക്കപ്പെടുകയും പിന്നെ അവസാനം മുസ്ലിം ആവുകയും ചെയ്തു എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രപിതാമഹൻ. അങ്ങനെ അവിടുന്ന് പോയി ഇബ്നു ഉബൈദ് ഇബ്നു അബ്ദ് യസീദ് ഇബ്നു ഹാഷിം ഇബ്നുൽ മുത്തലിബ് ഇബ്നു അബ്ദ് മനാഫ്. അബ്ദുൽ മുത്തലിബ് അല്ല, മുത്തലിബ്. അബ്ദു മനാഫിൻ്റെ ഒരു മകനാണ് മുത്തലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പയുടെ സഹോദരൻ ആയിരുന്നു മുത്തലിബ്. മദീനയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് എന്ന മനുഷ്യനെയും കൊണ്ട് മക്കയിലേക്ക് വരുമ്പോൾ മുത്തലിബ് ഒരു പുതിയ അടിമയെ വാങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ആളുകൾ അദ്ദേഹത്തെ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു തുടങ്ങിയത്. അത് വേറൊരു ചരിത്രമാണ്. അപ്പോൾ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ പിതൃവ്യനായ മുത്തലിബ്, അബ്ദു മനാഫിൻ്റെ മകൻ. പിന്നെ അവിടെ തൊട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ നസബ്, ഇബ്നു ഖുസൈ ഇബ്നു കിലാബ്, അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പിതൃപരമ്പരയിലൂടെയാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതൃപരമ്പരയും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നാം പറഞ്ഞ ഈ ഷാഫിഅ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെറിയ പ്രായക്കാരനായിരുന്നു.
അതുകൊണ്ട് തന്നെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്. സ്വഹാബിമാരിൽ ചെറിയ സിഗാരി സ്വഹാബ, സ്വഹാബിമാരിലെ പ്രായം കുറഞ്ഞ സ്വഹാബിമാരിലാണ് അദ്ദേഹം ഷാഫിഅ റളിയല്ലാഹു അൻഹു എണ്ണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഉസ്മാൻ ഇബ്നു ഷാഫിഅ വലിയ താബിഈ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ഇസ്ലാമിന് വേണ്ടി നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇസ്ലാമുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രപിതാമഹൻ സ്വഹാബിമാരിൽ, ചെറിയ സ്വഹാബിമാരിൽ ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ അവരുടെ മക്കൾ അദ്ദേഹത്തിൻ്റെ മറ്റു പിതാമഹന്മാർ പണ്ഡിതന്മാരാകുന്ന ഒരു തലമുറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപ്പ ഇദ്രീസ് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അതുമാത്രമല്ല, അദ്ദേഹം ജനിക്കുന്നത് ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിലാണ്. പലവിധ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രബലമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ലോക മുസ്ലിങ്ങളൊക്കെയും വേദനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഗസയിലാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. അതിന് ഉപ്പ ചെറുപ്പത്തെ വളരെ ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പ. ആ സമയത്ത് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഒരു യതീമായാണ് ഇമാം ഷാഫിഈ വളരുന്നത്. 2 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് ഇനിയിപ്പോൾ ഗസയിൽ നിന്നാൽ ഒരിക്കലും മകനെ വളർത്താനും അതുപോലെ തന്നെ ആ ഖുറൈശികളുടെ ആ കൂടെ നിൽക്കുന്നത് പോലെയുള്ള അറിവും അവരുടെ ഒരു നേതൃപാഠവും അവരുടെ നല്ല സൽസ്വഭാവങ്ങളും ഗുണങ്ങളും ഒക്കെ മകന് ലഭിക്കാൻ ചാൻസ് കുറയുമല്ലോ. അതുകൊണ്ട് തന്നെ മക്കയിലേക്ക് തിരിച്ചു പോകാൻ അവർ തീരുമാനമെടുത്തു. 2ാമത്തെ വയസ്സിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തിരിച്ച് മക്കയിലെത്തി. ഹിജറ 150 ഇമാം ഷാഫിഈ ജനിക്കുന്നത്. ഇമാം അബൂ ഹനീഫ മദ്ഹബുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ 1ാമത്തെ പണ്ഡിതനായി, കാലം കൊണ്ട് ഏറ്റവും മുന്നിൽ നടന്ന പണ്ഡിതനായി എണ്ണപ്പെടുന്നയാളാണ് ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മരിക്കുന്ന അതേ വർഷം ഹിജറ 150, അതേ വർഷമാണ് ഇമാം ഷാഫിഈ ഗസയിൽ ജനിക്കുന്നത്. ഇമാം ഷാഫിഈയുടെ ജീവിതം ഒരു ഖുറൈശി വംശജനാണെങ്കിലും ഖുറൈശികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പാരമ്പര്യവും അതുപോലെ തന്നെ പിതാമഹന്മാരുമൊക്കെ അറിവും കഴിവുമൊക്കെ തികഞ്ഞ ഖുറൈശി ഗോത്രത്തിലൊരു അംഗമാണെങ്കിലും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചെറുപ്പകാലം കഴിച്ചു കൂട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വളരെ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അത് വിശദമായി വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് ഒരു അധ്യാപകൻ, ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് വേണ്ട ചിലവ് വഹിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, സമ്പത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് എഴുതി വെക്കാൻ, പോയി പഠിക്കുകയാണെങ്കിൽ തന്നെ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നത്തെ ഒരു പേപ്പർ, കടലാസ് വാങ്ങാനുള്ള കാശില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അബ്ബാസി ഖലീഫമാരാണ് ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിജറ 132 മുതൽ അബ്ബാസികളാണ് ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ബാസികളുടെ ഖലീഫയുടെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളുണ്ടാവും. അവിടെ പോയി അവിടെ നിന്ന് ഒരു വശം മാത്രം എഴുതിയ കടലാസുകൾ അദ്ദേഹം ശേഖരിക്കും. അന്നത്തെ കടലാസുകൾ അദ്ദേഹം ശേഖരിക്കും. ഒരു വശത്ത് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ, അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അത് ശേഖരിച്ചു വെക്കും. ഹിജറ 150 എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്കാളും ഒരുപാട് മാറ്റങ്ങളുണ്ടായ കാലമാണ്. അന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്കാൾ എഴുത്തുകളും അതുപോലെ തന്നെ എഴുത്തുപകരണങ്ങളും ഒക്കെ വർദ്ധിച്ചൊരു കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് കടലാസുകളും അല്ലെങ്കിൽ എഴുതുന്ന ഒരു കാര്യം, എഴുത്ത് എന്നുള്ളത് അത്ര വിപുലമാകാതിരുന്നു. അന്ന് എല്ലിലും കല്ലിലും തോലിലുമൊക്കെ എഴുതിയിരുന്നു. പക്ഷേ പിന്നീട് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം കഴിഞ്ഞു. ആദ്യമായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫ. തപാൽ സംവിധാനം ഉണ്ടാക്കി, സൈന്യങ്ങൾക്ക് രജിസ്റ്റർ ഉണ്ടാക്കി, പല പുതിയ പരിഷ്കാരങ്ങൾ, നല്ല സിസ്റ്റം ഇസ്ലാമിക സാമ്രാജ്യത്തിന് കൊണ്ടുവന്നു. പിന്നെ ഉമവികൾ വന്നു. ഉമവികളുടെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം വളരെ പ്രവിശാലമായി. ഇന്നത്തെ സ്പെയിൻ മുതൽ ചൈനയുടെ അറ്റങ്ങൾ വരെ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് റഷ്യയുടെ ഭാഗമായി അതിൽ നിന്ന് പിരിഞ്ഞുപോയ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഇസ്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്ബെക്കിസ്ഥാനും കിർഗിസ്ഥാനും കസാക്കിസ്ഥാനും പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇസ്ലാം എത്തി. ഉത്തരാഫ്രിക്ക വേണമെങ്കിൽ പൂർണ്ണമായി ഇസ്ലാമിൻ്റെ കീഴിലായി എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഥവാ ടുണീഷ്യ, അർജീരിയ, മൊറോക്കോ എന്നൊക്കെ പറയുന്നതൊക്കെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നു. ഇതൊക്കെ വന്നു. ഇസ്ലാമിക സാമ്രാജ്യം വിപുലമായി. അവർ പിന്നെയും ഭരിച്ചു, 132 വരെ ഭരിച്ചു. പിന്നെയും കഴിഞ്ഞ് അബ്ബാസികൾ ഭരണം ഏറ്റെടുത്തു. അബ്ബാസികളുടെ ഭരണകാലത്ത് ഇസ്ലാമിക ലോകം പരിഷ്കരണത്തിൻ്റെ ഏറ്റവും വളരെ മെച്ചപ്പെട്ടൊരു കാലത്ത് ജീവിച്ചൊരു ലോകമായിരുന്നു. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അബ്ബാസികളുടെ ഭരണകാലം ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രം പറയുന്ന അതിനെ ഭൗതികമായി വിലയിരുത്തി കഴിഞ്ഞാൽ സാധാരണ ചരിത്രകാരന്മാർ
ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് അബ്ബാസി ഭരണകാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഇസ്ലാമികമായി പരിശോധിച്ചാൽ അതത്ര ശരിയൊന്നുമല്ല എങ്കിലും ഭൗതികമായി നോക്കുമ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ നല്ല വർദ്ധിക്കുകയും ഏറ്റവും പുതിയ ടെക്നോളജികൾ മുസ്ലിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും എഴുത്തും ട്രാൻസ്ലേഷനും ഒക്കെ ഇസ്ലാമിക ലോകത്ത് വ്യാപകമാവുകയും അങ്ങനെ നിരവധി പരിഷ്കാരങ്ങളൊക്കെ വന്നൊരു കാലഘട്ടമാണ്. അതിൻ്റെ ഭാഗമായി ഇസ്ലാമിക ലോകത്തേക്ക് പല പിഴച്ച ചിന്താഗതികളും ആദർശ വ്യതിയാനങ്ങളും പുതിയ കക്ഷികളും പുതിയ പുതിയ മറ്റ് ഇസ്ലാം ഇതര സംസ്കാരങ്ങളിൽ നിന്നുള്ള പല അറിവുകളും കടന്നു വന്നപ്പോൾ അതിൻ്റേതായി ഇസ്ലാമിക അഖീദയിലും ഇസ്ലാമിക ഫിഖ്ഹിലും ഇസ്ലാമിൻ്റെ ഏതൊക്കെ വിജ്ഞാന ശാഖകളുണ്ടോ അതിലൊക്കെയും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഇമാം ഷാഫി ജീവിക്കുന്നത്. അപ്പോൾ ഇമാം ഷാഫിയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടം അത്ര എഴുത്ത് സാമഗ്രികളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം അല്ല. പക്ഷേ എന്നിട്ടും ഇമാം ഷാഫി തന്നെ പറയുന്നത് കാണാൻ കഴിയും, എനിക്ക് എഴുതാൻ ഒന്നുമില്ലാതിരുന്നിട്ട് ഞാൻ എല്ലുകളിൽ എഴുതിയിട്ടു. 150 അന്നത്തെയും ഒരു 150 വർഷം മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എഴുതിയിരുന്നത് പോലെ എല്ലുകൾ ഞാൻ ശേഖരിച്ച് അതിൽ ഞാൻ എഴുതാറുണ്ടായിരുന്നു എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും.